ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം 2:5 മുതൽ 10 വരെ. ഫിലിപ്പിയർ 2:5 മുതൽ 10 വരെ. അവിടുന്ന് ദൈവത്തോട് തുല്യനായിരുന്നെങ്കിലും ദൈവത്തോടുള്ള തുല്യത വേണ്ട എന്ന് വെച്ച് ആകൃതിയിൽ മനുഷ്യനെ പോലെയായി കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തീർന്നു. ആകയാൽ പിതാവായ ദൈവം യേശുവിനെ ഉയർത്തി എല്ലാ നാമത്തെയും കാൾ വലുതായ നാമം യേശുവിന് കൊടുത്തു. എല്ലാ നാമത്തെയും കാൾ വലുതായ നാമം യഹൂദന്മാർക്ക് യാഹ്വേ എന്ന നാമമായിരുന്നു. യഹൂദന്മാർക്ക് ഏറ്റവും വലിയ ദൈവത്തെ വിളിച്ചിരുന്ന നാമമാണ് യഹോവ. അപ്പൊ ആ നാമം യേശുവിന് കൊടുത്തു എന്ന് പറയുമ്പോൾ അത് ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ കർത്താവ്, ക്രിയോസ് എന്ന നാമം യേശുവിന് കൊടുത്തു. ആ നാമം ആണ് നമ്മൾ കർത്താവ് എന്ന് പറയുന്നത്. കർത്താവ് എന്ന നാമത്തേക്കാൾ വലിയ നാമമില്ല. മത്തായിയുടെ സുവിശേഷം 28:18. മത്തായി 28:18. ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറയാണ്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് മത്തായി 28:18. മത്തായി 28:20. ഇതാ ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിൻസെൻഷൻ സഭയിൽപ്പെട്ട ഒരു വൈദികൻ ആഫ്രിക്കയിലുള്ള 10-15 സെമിനാരിക്കാരോടൊപ്പം നടന്നു പോവുകയാണ്. അന്ന് കെനിയയിലാണ്. കൊള്ളക്കാര് അവരുടെ പുറകെ കൂടി. അപ്പോൾ അച്ഛൻ അവരോട് പറഞ്ഞു, ഞാനൊരു വൈദികനാണ്, ഇവര് സെമിനാരിക്കാരാണ്, ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസയില്ല, പക്ഷെ അവര് യാതൊരു വിട്ടുവീഴ്ചയില്ല, പൈസ കിട്ടിയാലേ അവർ പോകുള്ളൂ. ഒരു നിവൃത്തിയില്ല. ആയപ്പം അച്ഛൻ അവസാനം പറഞ്ഞു, ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങളെ ഉപദ്രവിക്കരുത്, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ ഉപദ്രവിക്കരുത്. അവർ നേരെ തിരിഞ്ഞങ്ങ് സ്ഥലം വിട്ടു. അതുവരെ മനുഷ്യരെന്ന നിലയിൽ കെഞ്ചിക്കൊണ്ടിരുന്നു. അപ്പം യേശുവിൻ്റെ നാമം പറഞ്ഞപ്പോൾ അവരിലെ സാത്താൻ്റെ പവർ പോയി. അതാണ് അവർ തിരിഞ്ഞു പോകാൻ കാരണം. യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ എല്ലാ മുഴങ്കാലുകളും മടങ്ങണം. സാത്താൻ്റെ മുഴങ്കാല്, തിന്മയുടെ ശക്തിയുടെ മുഴങ്കാല് മടങ്ങണമെന്ന് പിതാവ് നിശ്ചയിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ഇവിടെ വന്ന ഉടനെ പറഞ്ഞു, തൊണ്ടയിൽ അസ്വസ്ഥത ഉണ്ടായിരുന്ന ചിലരെ കർത്താവ് സുഖപ്പെടുത്തിയെടുത്തുണ്ട്. കൈപൊക്കാൻ 10-35 പേര് കൈപൊക്കി. കൈപൊക്കാത്ത ചിലരുണ്ട്, അവർ തിരിച്ചറിയാത്തതുകൊണ്ടായിരിക്കും. ഇപ്പോൾ തിരിച്ചറിയാൻ വേണ്ടി ഒരു 3 ഹല്ലേലൂയ പറഞ്ഞ് ഉറക്കെ. ഇനി വന്നപ്പം ഉണ്ടായിരുന്ന തൊണ്ടയിലെ അസ്വസ്ഥത, നേരത്തെ കൈ പൊക്കാത്തവര്, ഇപ്പം തിരിച്ചറിയുന്നവര് ഒന്ന് കൈ പൊക്കിക്കേ. ഒന്ന് ചാടി എഴുന്നേറ്റ്. നേരത്തെ കൈ പൊക്കാത്തവര് ഇപ്പം തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ രോഗം സുഖപ്പെട്ടുവെന്ന്. 2, 4, 5, 6, 8, 9, 10 കൈ പൊക്കണം, കൈവീശി കാണിക്കണം. 11, 12 സ്ത്രീകൾ 12, 20 പേരൂടെ രോഗശാന്തി കിട്ടി. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിന് മുമ്പിൽ രോഗത്തിന്റെ മുഴങ്കാലുകളും മടങ്ങും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 1 പത്രോസ് 2:24 ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അവനേറ്റ മുറിവിനാൽ നമുക്ക് രോഗസൗഖ്യം, അവനേറ്റ അടികളാൽ നമുക്ക് രോഗസൗഖ്യം. 1 പത്രോസ് 2:24 പറയുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ പാപവും ശാപവും വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി,
അത് നാം പാപത്തോട് മരിച്ച് നീതിക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയാണ്. അവൻ്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു. ഒരു ക്യാൻസർ രോഗി ഈ അവസാനത്തെ ഭാഗം മാത്രം ഒരു ദിവസം മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നു, അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ക്യാൻസർ വിട്ടുപോയി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ.